വിവാഹം കഴിച്ചു കഴിഞ്ഞും പലപ്പോഴും ആ വിവാഹ ബന്ധത്തിലും കുടുംബ ബന്ധത്തിലേക്കും കമ്മിറ്റഡ് ആകാതെ സ്ട്രേ ചെയ്ത് നടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. വിവാഹത്തിന് ശേഷവും അമ്മയുടെയും അച്ഛൻ്റെയും പുറകെ നടക്കുക, സഹോദരങ്ങളുടെ പുറകെ നടക്കുക. തീർച്ചയായിട്ടും അവരെയൊക്കെ നമ്മൾ ഒരുപാട് സ്നേഹിക്കണം, അവർക്കൊക്കെ എല്ലാ കരുതലും കൊടുക്കണം. ബട്ട് ഫാമിലി ഫസ്റ്റ്, ഫാമിലിക്കായിരിക്കണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. അതുണ്ടെങ്കിലേ ബാക്കിയെല്ലാം ഉള്ളൂ എന്നുള്ളതാണ്. കാരണം ഫാമിലി എന്ന് പറയുന്ന ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റാണ്. ആ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിലായിരിക്കണം നമ്മുടെ ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത്. ചിലരൊക്കെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യും, പൊസിഷൻസൊക്കെ ആർജിക്കാൻ കൂടുതൽ ഇൻവോൾവ് ചെയ്യും, കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത് കുടുംബത്തിനൊരു അടിത്തറ ഇടാൻ മറന്നുപോകും. ഒരു നല്ല അടിത്തറ ഇന്ന് ഒരുക്കിയാൽ നാളെ അത് ആസ്വദിക്കാനുള്ള മനോഹരമായ ഒരു ഭാഗ്യവും കൂടെ കിട്ടും. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. വിവാഹം കഴിഞ്ഞാൽ മാതാപിതാക്കൾക്കും അത് സഹോദരങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാളും പ്രാധാന്യം തീർച്ചയായിട്ടും കുടുംബത്തിനും നമ്മുടെ പങ്കാളിക്കും കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പലരും വിവാഹം കഴിഞ്ഞിട്ടും പേരൻസിനെ പറ്റിയുള്ള കൂടുതൽ വറീസും അതുപോലെ സിബ്ലിങ്സിനെ കുറിച്ചുള്ള വറീസും ഒക്കെ ആയിട്ട് കൂടുതൽ പോകുന്നത് ഒരിക്കലും ഒരു പങ്കാളിക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുകയോ അല്ലെങ്കിൽ പങ്കാളിയെ കൂടുതലൊരു സുരക്ഷിതത്തിലേക്ക് നയിക്കുകയോ ചെയ്യത്തില്ല. അപ്പം ഒരു വിവാഹം കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയോടും നമ്മുടെ സ്പൗസിനോടും ആയിരിക്കണം. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നൊരു കോൺഫിഡൻസും ഒരു സെക്യൂരിറ്റി ഫീലിങ്ങും ഒക്കെയാണ് ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനമായിട്ട് മാറേണ്ടത്. അതുപോലെ തന്നെ ചിലർ വിവാഹം കഴിഞ്ഞാലും ആ കരിയർ എന്ന് പറയുന്ന കാര്യത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുക, ജോലി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കുക, കുടുംബത്തിൽ സമയം ചിലവഴിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഒരു കുടുംബ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിവാഹ ബന്ധത്തിൻ്റെ ആദ്യത്തെ നാളുകളിലൊക്കെ നമ്മൾ പരസ്പരം കൂടുതൽ അറിയാനും കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ സമയം ചിലവഴിക്കാനും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരു കെമിസ്ട്രി ഡെവലപ്പ് ചെയ്യാനും ഒരു ഫ്രീക്വൻസി ഒരു മ്യൂച്വൽ ഫ്രീക്വൻസി ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചില്ലെങ്കിൽ പിന്നീട് നമുക്ക് അതിൻ്റെ ഒത്തിരി ദോഷങ്ങൾ പിന്നീട് ഉണ്ടാകും. കാരണം ഇതൊരു വലിയ ലോങ് ടേം കമ്മിറ്റ്മെൻറ്റാണ്, ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റാണ്. അപ്പോൾ അതിന് ഒരു അടിസ്ഥാനം ഉണ്ടെങ്കിൽ മാത്രമേ അത് മേളോട്ട് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഹസ്ബൻഡും വൈഫും തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കുട്ടികളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ചിന്തകളും ഫിലോസഫികളും ഒക്കെ ചർച്ച ചെയ്യേണ്ടത് ആ സമയത്താണ്. അപ്പോൾ നമ്മൾ കരിയറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചിലർ കല്യാണം അങ്ങോട്ട് കഴിച്ചു, അടുത്ത കോഴ്സിന് ചേരുന്നു, അടുത്ത പരീക്ഷ എഴുതാൻ പോകുന്നു. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും നമ്മുടെ കുടുംബജീവിതങ്ങൾ തകരുന്നത്. ചിലരൊക്കെ നല്ല മൾട്ടി ടാസ്ക് ചെയ്യാൻ കഴിവുള്ളവരാണ്, വലിയ മൾട്ടി ഫെസറ്റഡ് പേഴ്സണാലിറ്റീസാണ്. അങ്ങനെയുള്ളവർക്കൊരു എക്സംഷൻ കൊടുക്കാം. പക്ഷേ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഒരു കാര്യത്തിന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെ ആദ്യകാലങ്ങളിലുള്ള ചലഞ്ച് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ കാര്യത്തിൽ തന്നെ നമ്മൾ കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്നത്, പ്രത്യേകിച്ചൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ വിവാഹത്തിൽ കുറച്ചു കാലം ഒന്ന് കമ്മിറ്റഡ് ആയിട്ടിരുന്ന് അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് അതിനെ ഒന്ന് ഒരുക്കി അതിനൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോയാൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ അത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അമ്മയുടേതാണ് എന്നൊന്നും ഈ കാലഘട്ടത്തിൽ പറയാൻ പറ്റില്ല. കുഞ്ഞുങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഈക്വലായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പോൾ അടുത്താണെങ്കിലും ദൂരെ ആണെങ്കിലും ഒക്കെ നമുക്ക് ഇപ്പോൾ ഈക്വലായിട്ട് അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ ജോലി ചെയ്യുന്നത് ആരായാലും കുഴപ്പമില്ല, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി രണ്ടുപേർക്കും ഈക്വലാണ്. അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്തൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും നല്ല ഇൻവോൾവ്മെൻറ്റ് അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവർക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒക്കെ പേരൻസിനോട് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പല വീടുകളിലെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കൽ വന്ന് കുറേ മുട്ടായി വാങ്ങിച്ച് വരുന്ന ഒരാളായിട്ടാണ് കരുതി വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ രാത്രിയിൽ മാത്രം വരുന്ന ഒരാൾ. അങ്ങനെയല്ല, അവരുടെ ജീവിതത്തിൽ ശക്തമായിട്ട് ഇടപെടുന്ന ആൾക്കാരായിട്ട് തന്നെ മാതാപിതാക്കൾ മാറിയാൽ അവർക്ക് സ്ട്രേ ചെയ്യാനും വളർന്നു വരുമ്പോൾ അവർ വീണു പോകാനും തെറ്റിപ്പോകാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ കുറയും. അതുപോലെ കുടുംബം ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഒരു പ്രയോറിറ്റി എടുക്കണം. പലരും അത് ചെയ്യുന്നില്ല. നമ്മൾ ഒരു ഷോർട്ട് ടേമിലൊക്കെ രണ്ടിടത്തൊക്കെ ജീവിക്കേണ്ടി വരും. പക്ഷേ നമുക്കൊരു ലോങ് ടേം പ്ലാനിങ്ങിൽ എങ്ങനെ നമുക്ക് ഒരുമിച്ച് വന്ന് ഒരിടത്ത് ജീവിക്കാം. അപ്പോൾ അതിന് ഹസ്ബൻഡോ വൈഫോ ആരെങ്കിലും ഒരാൾ അതിനൊരു സാക്രിഫൈസൊക്കെ ചെയ്യേണ്ടി വരും, അതിനൊരു ലൊക്കേറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും, ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ അതൊക്കെ ഒരു കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യർക്ക് അതൊക്കെ വലിയ ഒരു കോൺട്രിബ്യൂഷനാണ്. അതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. അല്ലാതെ പണമല്ല. പണവും സ്ഥാനമാനങ്ങളും പൊസിഷൻസും ഒക്കെയാണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കുന്നവർക്ക്
അവർക്ക് കുടുംബജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ സംഭവിക്കും. ഇന്നത്തെ കാലത്ത് ഹസ്ബൻഡും വൈഫും ഈക്വലി എഡ്യൂക്കേറ്റഡ് ഒക്കെ ആണെങ്കിൽ പലതരത്തിൽ അതിനെ ആ കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോങ് ടേമിൽ ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ഫാമിലിയെ ഓർഗനൈസ് ചെയ്യുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ഞാൻ പലപ്പോഴും കുടുംബങ്ങളോട് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിനോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. ഈ വിവാഹത്തിന് ശേഷം ഭാര്യ എത്ര കണ്ട് ഡെവലപ്പ് ചെയ്തു, ഭർത്താവ് എത്ര കണ്ട് ഡെവലപ്പ് ചെയ്തു? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വിവാഹത്തിന് ശേഷം പലപ്പോഴും ഒരാൾ മാത്രം ഡെവലപ്പ് ചെയ്യുകയും മറ്റേ ആൾ തളർന്നു പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കുടുംബജീവിതമല്ല. കാരണം അതിൻ്റെ ഫ്രസ്ട്രേഷൻസ് എപ്പോഴും നമുക്ക് ആ സ്പൗസിൽ കാണാനായിട്ട് സാധിക്കും. രണ്ടുപേരും ഡെവലപ്പ് ചെയ്യണം, രണ്ടുപേർക്കും അതിനുള്ള ഓപ്പർച്യൂണിറ്റി. ഒരു പർട്ടിക്കുലർ ടൈമിൽ ചിലപ്പോൾ നമ്മൾ വൈഫിന് വേണ്ടി കുറേ സാക്രിഫൈസ് ചെയ്യുന്നു, വേറൊരു ടൈമിൽ വൈഫ് ഹസ്ബൻഡിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യും, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നിടത്താണ് കുഞ്ഞുങ്ങളും ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. ആരെങ്കിലും ഒരാൾ സ്ട്രെസ്ഫുൾ ആകുകയും ആരെങ്കിലും ഒരാളുടെ മെൻ്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും ഒക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അടുത്ത തലമുറയുടെ ക്വാളിറ്റി അത് തീർച്ചയായിട്ടും ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് എല്ലാവരും ഒരുമിച്ച് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സംവിധാനത്തെയാണ് ഫാമിലി എന്ന് പറയുന്നത്. അല്ല ആരും ആർക്ക് വേണ്ടി എല്ലാ കാലവും സാക്രിഫൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് രോഗാതുരമായൊരു ചിന്തയാണ്, അതിൽ യാതൊരു കാര്യമില്ല. പിന്നെ കുടുംബജീവിതത്തിൽ സെൽഫിഷ്നെസ്സിന് യാതൊരു പ്രാധാന്യമില്ല. നമ്മൾ സെൽഫ്ലെസ് ആയെങ്കിലേ പറ്റുള്ളൂ. കുറച്ചൊക്കെ സാക്രിഫൈസ്, കുറച്ചൊക്കെ പെയിന്, കുറച്ചൊക്കെ ഗിവിങ് ഒക്കെ ഉണ്ടെങ്കിലേ കുടുംബജീവിതത്തിൽ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാവുള്ളൂ. എത്ര കണ്ട് കോൺട്രിബ്യൂഷൻസ് ഓരോരുത്തരിൽ നിന്നും വരുന്നു, ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്ര കണ്ട് കോൺട്രിബ്യൂഷൻസ് ഓരോരുത്തർ വിടുന്നു, അതാണ് ഒരു കുടുംബത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അവരവരുടെ കാര്യം മാത്രം നോക്കി പോകുന്നത് ലോഡ്ജിലാണ്. അത് കുടുംബമല്ല, അതൊരു ലോഡ്ജ് മാത്രമാണ്. വൈകുന്നേരം വരുന്നു, എല്ലാവരും അവിടെ കിടക്കുന്നു, ഉറങ്ങുന്നു, രാവിലെ ഇറങ്ങിപ്പോകുന്നു. അങ്ങനെയല്ല, നമ്മളുടെയൊക്കെ ഒരു പേഴ്സണൽ കോൺട്രിബ്യൂഷൻ കോമൺ ഗുഡിന് വേണ്ടി ആ കുടുംബത്തിനകത്ത് വരണം. അതുപോലെ കുടുംബത്തിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവണം, കുടുംബത്തിന് ചില പ്രയോറിറ്റീസ് നിർണ്ണയിക്കണം, കുടുംബത്തിന് ചില തത്വങ്ങളുണ്ടായിരിക്കണം. അത് വളരെ ആവശ്യമാണ്. ഞങ്ങളുടെ കുടുംബം എന്തിനെയാണ് കൂടുതൽ പ്രണയിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തിനെയാണ് ഒരു ഒബ്ജക്റ്റീവായിട്ട് വെക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് നമ്മുടെ കുടുംബം വർക്ക് ചെയ്യേണ്ടത്, അത് വളരെ പ്രധാനമാണ്. പണം മാത്രമാണ് പൊസിഷനും പണവും സ്ഥാനമാനങ്ങളും മറ്റുള്ളവരെ കാണിക്കാനും ഒക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ ആന്തരികമായൊരു സന്തോഷത്തിൽ അവസാനം എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. നേരെ മറിച്ച് നല്ല നന്മയുള്ള സന്തോഷമുള്ള സമാധാനമുള്ള ഒരു കുടുംബം എന്ന് പറയുന്നത് അത് വേറൊരു ലക്ഷ്യമാണ്. അവിടെ പല കാര്യങ്ങളും നമ്മൾ മെറ്റീരിയലായിട്ടുള്ള പല കാര്യങ്ങളും വേണ്ടാന്ന് ചിലപ്പോൾ വയ്ക്കും, ചിലപ്പോൾ ഒരു പ്രൊമോഷൻ പോലും വേണ്ടാന്ന് വയ്ക്കും, ചിലപ്പോൾ നമ്മുടെ പൊട്ടൻഷ്യലിനനുസരിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വേണ്ടാന്ന് വയ്ക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കോമൺ ഗുഡിന് വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻസ് അവിടെ വരുമ്പോൾ, നമുക്ക് ചില ഒബ്ജക്റ്റീവ്സ് വരുമ്പോൾ, ഒരു പർപ്പസ് വരുമ്പോൾ, അവിടെയൊക്കെയാണ് അതൊക്കെയാണ് നമ്മളൊരു സ്പിരിച്വലായിട്ട് ഉയർന്നു നിൽക്കുന്ന മനുഷ്യരും അല്ലെങ്കിൽ ജ്ഞാനത്തിൽ ഉയർന്നു നിൽക്കുന്ന മനുഷ്യരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ചന്തയുടെ പുറകിന് ഓടുന്നതല്ല കുടുംബജീവിതം, നാടിൻ്റെ പുറകിന് ഓടുന്നതല്ല, മറ്റുള്ളവരെ കാണിക്കാൻ ഓടുന്നതല്ല, ഒരു ഓട്ടമത്സരവും അല്ല കുടുംബജീവിതം എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് വേണ്ട ഒരു ലക്ഷ്യം നമ്മളായിട്ട് നിർവചിച്ച് അതിനുവേണ്ടി മാത്രം നിലനിൽക്കുക, അതല്ലാത്തതിനെയൊക്കെ അകറ്റി നിർത്തുക. അങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങൾ വ്യത്യസ്തമായി മാറേണ്ടത്. അങ്ങനെ വ്യത്യസ്തമായി മാറുന്ന കുടുംബങ്ങൾക്ക് മാത്രമേ ആത്യന്തികമായ ഒരു സന്തോഷവും ഒരു അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സംതൃപ്തിയുമൊക്കെ കിട്ടത്തുള്ളൂ. അല്ലാതെ എന്താണ് നമ്മുടെ ലക്ഷ്യമെന്ന് പോലും അറിയാൻ വയ്യാതെ പലരും അങ്ങ് ഓടുകയാണ്. അവിടെയാണ് ഈ കുട്ടികളുടെ പഠനത്തിലൊക്കെ ആവശ്യമില്ലാതെ കയറി നമ്മൾ ഇടപെട്ട് കുട്ടികളെ എല്ലാം വെറുപ്പിച്ച് അവസാനം ആകുമ്പോഴത്തേക്ക് കുട്ടികളും പോയി കുടുംബവും ഇല്ല, ഇത്തരത്തിലൊക്കെ ആയിത്തീരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ പോലും നമ്മൾ എങ്ങനത്തെ ഭവനമാണ്, എങ്ങനത്തെ ഫാമിലിയാണ്, എൻ്റെ അപ്പനും അമ്മയൊക്കെ എന്താണ് പ്രതീക്ഷിക്കുന്നത്, അതൊക്കെ കുട്ടികൾക്ക് തന്നെ മനസ്സിലാവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടിന് നമ്മുടേതായ ചില ലക്ഷ്യങ്ങളും ഒബ്ജക്റ്റീവ്സും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാകുമ്പോഴാണ്. പലപ്പോഴും ഈ കുട്ടികൾ വഴിതെറ്റുന്നതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ഈ വഴിതെറ്റുന്നതിൻ്റെ കാരണം എന്താണ്? ശരിയായ ഒരു വഴി അവർക്ക് നേരത്തെ കാണിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ്, ശരിയായ പ്രയോറിറ്റീസ് അവരുടെ ജീവിതത്തിൽ ഉറപ്പിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ശരിയായ വഴികളും ശരിയായ പ്രയോറിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങളിലും അത് ആശയവിനിമയം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ പോകുന്നിടത്തൊക്കെ അവരാരാണെന്നും അവരെന്താണെന്നും അവരെന്തിനു വേണ്ടി നിലകൊള്ളണമെന്നും ഒക്കെ അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അത്തരത്തിലാണ് കുടുംബങ്ങൾ ഓർഗനൈസ് ചെയ്ത് വരേണ്ടത്. അതുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് വിവാഹം കഴിക്കാനൊക്കെ പേടിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്, വിവാഹം വളരെ യൂസ്ലെസ് ആണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, വിവാഹത്തെക്കാളും മെച്ചപ്പെട്ടൊരു സംവിധാനമൊന്നും ഇതുവരെ മനുഷ്യന്
ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കാനായിട്ടോ അല്ലെ ഇപ്പോൾ ഒരു കൂട്ടായ്മ ആചരിക്കാനും അതിനേക്കാൾ നല്ലൊരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ നല്ല രീതിയിൽ ഒരു നല്ല ആരോഗ്യപരമായ മാനസികാവസ്ഥയും വൈകാരികാവസ്ഥയും ശാരീരികാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ കുടുംബം എന്ന് പറയുന്നത് മനോഹരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. കാരണം ഒരു സോഷ്യലി നമുക്ക് കുറച്ചുകൂടെ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കും, കുറച്ചുകൂടെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്, കുറച്ചുകൂടെ നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് ബിലോങ്ങിങ് ആയിട്ട് കുറേ മനുഷ്യർക്ക് നമുക്ക് ചുറ്റും വേണം. നമ്മളൊരു ചിത്രം വരച്ചാൽ അത് കാണാനും ആസ്വദിക്കാനും കൈയടിക്കാനും ആരെങ്കിലും അതിന് ചുറ്റുമൊക്കെ വേണം. നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന അല്ലെ ഒറ്റയ്ക്ക് ഓടുന്ന ഒരു ഓട്ടം എന്ന് പറയുന്ന അതിനെ ജീവിതമൊന്നും വിളിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാകുന്നത്. പക്ഷേ അന്ന് നമുക്കൊരു കുടുംബം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അന്നത് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ നമുക്ക് ഒറ്റയ്ക്കാണേലും പോകാം, അതുകൊണ്ട് ഇതിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് കരുതുന്ന ആൾക്കാർക്കാണ് അവസാനം ഒന്നും ആസ്വദിക്കാൻ കിട്ടാതെ പോകുന്നത്. നേരെ മറിച്ച് ആദ്യകാലത്ത് ആരോഗ്യമുള്ളപ്പോൾ, ചെറുപ്പമുള്ളപ്പോൾ, പ്രസരിപ്പുള്ളപ്പോൾ തന്നെ ആ കുടുംബം എന്ന മനോഹരമായൊരു കാര്യത്തിന് വേണ്ടി നല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അതിനുവേണ്ടി കുറച്ച് പെയിനൊക്കെ എടുക്കുന്ന ശകലം സാക്രിഫൈസൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്കൊരു ലേറ്റർ സ്റ്റേജിൽ അവരുടെ ജീവിതത്തിന് കുറച്ചുകൂടെ അർത്ഥവും കുറച്ചുകൂടെ ആർദ്രതയും കുറച്ചുകൂടെ സന്തോഷവും കുറച്ചുകൂടെ ഒരു സാക്ഷാത്കാരവും ഒക്കെ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എല്ലാവർക്കും ഹാപ്പി ഫാമിലി ടൈം. ഇത് വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. നല്ലതെന്ന് തോന്നിയാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനലിലൂടെ കുടുംബത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും ഒക്കെ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ ആർക്കെങ്കിലുമൊക്കെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ തന്നെ ഫോൺ നമ്പർ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, അതിൽ എടുത്തിട്ട് കോൺടാക്റ്റ് ചെയ്യാം. എല്ലാവർക്കും സന്തോഷം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.